ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു മോർണിംഗ് റുട്ടീനാണ്. രാവിലെ തന്നെ ഞാൻ എണീറ്റ് വിൻഡൊക്കെ ഓപ്പൺ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വെറും വയറ്റിൽ കഴിക്കേണ്ട ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. നാട്ടിൽ പോയപ്പോൾ കണ്ണി കണ്ടതെല്ലാം തിന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നിന്ന് എല്ലാം കൂടെ ഗ്യാസും കയറി ഫുഡ് ഇൻഫെക്ഷനുമായി. അപ്പോൾ അതങ്ങ് കഴിച്ചു. ഇന്നലെ വെച്ച പൊട്ടാണ് കേട്ടോ, അല്ലാതെ യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ച പൊട്ടല്ല. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ. ഫസ്റ്റ് അപ്പോൾ നമുക്ക് നന്നായിട്ട് ബീട്രൂട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചുരേണ്ടി അങ്ങ് എടുക്കാം. ചുരേണ്ടി എടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ മെയിൻ പാർട്ട് ഉള്ളി കട്ട് ചെയ്തെടുക്കാം. ഉള്ളി കട്ട് ചെയ്ത് നല്ല കുഞ്ഞു 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 കഷ്ണങ്ങളാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. സാധാരണ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഇടാറില്ല, ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. അതിൻ്റെ തംബ്നെയിൽ തന്നെ കണ്ടില്ലേ. ഇനി ആ ക്യാൻവയിൽ കിട്ടാനുള്ള എല്ലാ ഫ്ലവേഴ്സും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലൈഫ് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് കരുതി. സോ ദാറ്റ് എനിക്ക് അങ്ങനെ വീഡിയോ ഇടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഐ ഡോണ്ട് നോ എത്ര വീഡിയോ ഇടുന്നു. കണ്ടോ, ഉള്ളി അരിഞ്ഞേൻ്റെ കണ്ണിൽ കണ്ടില്ലേ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പാത്രം എടുത്ത് കുറച്ച് കടുക് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം. നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിയും അതേപോലെ ബീറ്റ്റൂട്ടും എല്ലാം കൂടെ നല്ലോണം എടുത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ പറ്റി പറഞ്ഞില്ലല്ലോ, എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ ചാനലിന് പേരിട്ടിരിക്കുന്ന മല്ലു കുട്ടി എന്നൊക്കെയാണ് കേട്ടോ. കാരണം ആ ഒരു നെയിം മാത്രമാണ്, വേറെ ഇനി ഇല്ലാത്തുള്ളൂ. പിന്നെ ഞാനൊരു ടീച്ചറാണ്. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും ബി എഡും കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കർണാടകത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ചന്ദ്രായപട്ടണ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് എൻ്റെ കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ്. അപ്പോൾ അതിനുള്ള ഗോതമ്പെല്ലാം ഞാൻ എടുത്താക്കി. അതിൻ്റെ ഇടയിൽ നമ്മൾ വെച്ചിരിക്കുന്ന സാധനം മറന്നു പോകരുത് കേട്ടോ. പിന്നെ അത് അതേപോലെ എടുത്ത പോലെ ക്ലോസ് ചെയ്ത് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഒരു ദോശയ്ക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാറ്റർ റെഡിയാക്കുമ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കരുത്, അപ്പോൾ നല്ല പണി കിട്ടും. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ നല്ലൊരു ബാറ്ററാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഉപ്പേരി മാറ്റി വെച്ച് അതേ സ്റ്റൗവിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ദോശ ഉണ്ടാക്കിയെടുക്കാം. ഉപ്പുണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ട് നോക്കി. എത്ര ഉപ്പിട്ടിട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് അധികം ഉപ്പിട്ട് നോക്കി. ഇപ്പോൾ കുറച്ച് അധികം ഉപ്പായിട്ടുണ്ട്, സമാധാനമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉപ്പ് ഇച്ചിരി കൂടി പോയിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇച്ചിരി നെയ്യ് എടുക്കുക. നെയ്യ് ഇങ്ങനെ നല്ലോണം ചൂടായ പാത്രത്തിലേക്ക് ഇടരുത്. കുറച്ച് ചൂടാകുമ്പോൾ തന്നെ നമ്മൾ നെയ്യ് ഒഴിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നെയ്യ് നമുക്ക് കേടാണ്. എന്നിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശയുടെ ചിഹ്നവും ചിത്രമൊന്നും നമ്മൾ നോക്കരുത്. പിന്നെ ഇതാണ് ഇന്നത്തെ സ്നാക്സ്. എനിക്ക് വേറെ സ്നാക്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ഫ്രൂട്ട്സാണ് കഴിക്കുന്നത്. പപ്പായ ഉണ്ട്. ഇപ്പോൾ പപ്പായ നമുക്ക് കുഞ്ഞു കുഞ്ഞ് കഷ്ണാക്കി എടുക്കാം. ഞാനിങ്ങനെ വേസ്റ്റുകളെല്ലാം ഒരു കവറിലാക്കി എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇവിടെ ഇങ്ങനെ വേസ്റ്റ് എടുക്കാനായിട്ട് കസനഗടി വരും. കസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡത്തിൽ വേസ്റ്റ് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അത് വരുമ്പോൾ നമ്മളതിൽ കൊണ്ട് ഇട്ടാൽ മതി. അതിപ്പോൾ കുറേ കാലമായിട്ട് വരുന്നതെന്ന് രാവിലെ ഞാൻ എണീറ്റ് ഇതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വീഡിയോ ഒക്കെ തുടങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ കശനകാട്ട സൗണ്ട് കേട്ട് പിന്നെ ഇവിടെ നിന്നൊരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഓടിപ്പോയി കൊണ്ടുകൊടുത്ത് കശയൊക്കെ കൊണ്ടുകൊടുത്തു. ഇനി വേറെയുള്ള കശയെല്ലാം നമ്മളിങ്ങനെ ഒതുക്കി വെച്ചാലേ സെറ്റാകത്തുള്ളൂ. ഇവിടെ നമ്മളിങ്ങനെ മുറിച്ച് ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നത് മനസ്സിലാകുന്നില്ല. ഇതിലെ കുരുവെല്ലാം മാറ്റിയെടുത്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാക്കറ്റിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ, പാക്കറ്റിലല്ല കേട്ടോ, പാത്രത്തിലാണ് എടുത്ത് വയ്ക്കുന്നത്. പാത്രത്തിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വല്ലതും തിന്നണമെന്ന് തോന്നുമ്പോൾ അതെടുത്ത് തിന്നാം. ഇല്ലാണ്ട് ഇനി ഇവിടെ കിടക്കുന്ന ചിപ്സും സാധനങ്ങളൊക്കെ എടുത്ത് തിന്നു കഴിഞ്ഞാൽ ഇനി എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് സൂചി വെക്കേണ്ടി വരുന്നതാണ്. സൂചി വെക്കാതെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ് മേടിച്ചാൽ വന്നത്. ടാബ്ലറ്റിൽ മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ, മാറിയില്ലെങ്കിൽ മാത്രം സൂചി എടുത്താൽ മതിയല്ലോ. ഇവിടെ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ടാബ്ലറ്റ് തരണം, എൻ്റെ ഒപ്പം തന്നെ സൂചിയും വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പനി വന്നപ്പോൾ. പിന്നെ അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ സൂചി എടുക്കുന്ന അത്ര നല്ലതല്ല എന്നറിഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ സൂചി വെക്കാറില്ല. അവരുടെ അടുത്ത് പറയും സൂചി വേണ്ട, ഇഞ്ചക്ഷൻ ഒന്നാമത് പേടിയാണ്, അതിൻ്റെ ഇടയിൽ എന്തിനാ വെറുതെ. അപ്പോൾ എന്നിട്ട് നമുക്കിതെല്ലാം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് എടുത്തങ്ങ് വെക്കാം. ഒരു കുഞ്ഞു പാത്രത്തിലെടുത്ത് വെക്കാം കേട്ടോ. പപ്പായ തിന്നപ്പോഴാണ് ഓർമ്മ വന്നത് പല്ല് തേച്ചിട്ടില്ല എന്ന്. എന്നിട്ട് നേരെ പോയി പല്ല് തേച്ചു. പിന്നെ ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. 3 ഗോതമ്പ് ദോശ, കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി, കുറച്ച് പപ്പായ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
സിനിമ കണ്ടിട്ടാട്ടോ ഞാൻ എപ്പോഴും കഴിക്കാറ്. പിന്നെ അതിനുശേഷം വന്നിട്ട് ഇന്ന് കുടിക്കാനുള്ള വെള്ളങ്ങളൊക്കെ എനിക്ക് വേണ്ട ബോട്ടിൽസിൽ, അതായത് എൻ്റെ ടേബിളിന് മുകളിൽ വന്ന് ഒരു പാത്രം വെക്കും. അതേപോലെ തന്നെ ഒരു ബോട്ടിൽ ഞാൻ എൻ്റെ ബെഡിൻ്റെ സൈഡിൽ കൊണ്ട് വെക്കും, ഒരു ബോട്ടിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കും. ഇങ്ങനെ ഒരു പ്രത്യേക തരം ജീവിതമാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഫ്റ്റർ ഫുഡും എനിക്ക് ടാബ്ലറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ടാബ്ലറ്റ് എന്ത് ചെയ്തു, അതും അങ്ങോട്ട് കഴിച്ച് പിന്നെ നന്ദന സിനിമയും കണ്ടുവരിയിരിപ്പായിരുന്നു. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മോർണിംഗ് റുട്ടീൻ ഓഫ് മൈ ലൈഫ്. ഐ ഡോണ്ട് നോ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി ഇങ്ങനത്തെ വീഡിയോസായിട്ട് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഐ തിങ്ക് ഐ വിൽ ആൻഡ് ഐ ക്യാൻ. മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് നമുക്ക് ഇരുന്നങ്ങ് സിനിമ കാണാം. എന്നിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കിടന്നുറങ്ങി എണീക്കുമ്പോഴത്തേനും നാളെ കഴിഞ്ഞാൽ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ നാളത്തെയും കൂടെ മോർണിംഗ് റുട്ടീൻ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. കണ്ട ഒരു കുരെല്ലാം എനിക്ക് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടിച്ചളഞ്ഞെങ്കിൽ പിന്നെ ഒരു സമാധാനക്കേടാ. പൊട്ടിച്ചങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല സമാധാനം. അപ്പോൾ ശരി, ബൈ ബൈ, ടേക്ക് കെയർ.